വെള്ളച്ചാട്ടം ബി വെള്ളച്ചാട്ടം എന്നൊക്കെയാണ് അല്ലേ എൻ്റെ ഇതൊക്കെ. 400 മീറ്റർ കൂടി നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാനുണ്ട്. ചെരുപ്പൊക്കെ പൊട്ടിക്കിടക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണാം. അങ്ങനെ പെട്ടിമുടിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് കല്ലാർകുറ്റി ഡാമിലാണ് കേട്ടോ. നമ്മളിപ്പോൾ വേറെ അടുത്ത സ്പോട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടപ്പോൾ നിർത്തിയാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂസ് കാണിച്ചു തരാം. ഇടുക്കി ജില്ലയിലെ വെള്ളത്തുവൽ പഞ്ചായത്തിൽ മുതിരപ്പുഴയാറിലാണ് ഈ ഒരു അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ റോഡ് വഴി നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് 400 മീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അടിമാലി രാജാക്കാട് റോഡ് ഈ റിസർവോയിന് മധ്യത്തിലൂടെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പാലത്തിലൂടെയാണ് കേട്ടോ. ഏകദേശം ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാനുള്ള ഒരു സ്പേസ് മാത്രമേ ഈ ഒരു പാലത്തിലുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഈ കല്ലാർകുറ്റി ഡാം ഒന്ന് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യട്ടോ. അപ്പോൾ ശംഭു പറഞ്ഞ സർപ്രൈസ് സ്ഥലത്തോട്ട് പോയാണ് കേട്ടോ. എങ്ങോട്ടാ കൊണ്ടുപോകണമെന്നൊന്നും അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എങ്ങോട്ടാണ്. പുള്ളി പറഞ്ഞത് വലിയ എ വെള്ളച്ചാട്ടം ബി വെള്ളച്ചാട്ടം എന്നൊക്കെയാണ് അല്ലേ എൻ്റെ ഇതൊക്കെ. വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുന്നയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുന്നയാർ വെള്ളച്ചാട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്ന. അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടമാണ്. എ വെള്ളച്ചാട്ടം ഉണ്ട്, പിന്നെ ബി വെള്ളച്ചാട്ടം ഉണ്ട്. അതിൽ എ വെള്ളച്ചാട്ടത്തിലാണ് അല്ലേ നമ്മൾ പോകണം. എ വെള്ളച്ചാട്ടത്തിലാണ് ഇപ്പോൾ പോകുന്നത്. കുറച്ചുകൂടി വലിയ വെള്ളച്ചാട്ടമാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആദ്യം ബൈക്ക് ഓടിച്ചിറക്കിയ വഴിയാണ് തിരിച്ചുകൊണ്ടേ വെച്ച്. കാരണം ബൈക്കിന് ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ തിരിച്ച് കയറ്റാനായിട്ടുള്ള പരിപാടി നടക്കില്ല. അത് കാരണം നമ്മൾ ബൈക്കോട്ട് സ്ഥലത്ത് വെച്ച്. ഒരു 400 മീറ്റർ കൂടി നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാനുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പോണ വഴിക്കുന്ന നല്ലപോലെ കേൾക്കുന്നുണ്ട്. നമ്മൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കൊരു ഹിഡൻ പ്ലേസ് ആണെന്ന് കേട്ടോ പറയണം. ഇവിടെ അങ്ങനെ ആരും വന്ന് കണ്ടില്ല. നമ്മൾ വന്ന വഴിക്കും ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. വീടും കാര്യങ്ങളും ഉണ്ടെന്നാവോ. അധികം ടൂറിസ്റ്റുകളൊന്നും വരാത്ത സ്ഥലമാണ്. ചുരുക്കം ചില ഈ യൂട്യൂബ് വീഡിയോകളിലൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ വേറെ വലിയ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമൊന്നുമല്ല, എന്നാൽ കാണാനുള്ളതുമാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പോകുന്ന വഴികളെല്ലാം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ പറ്റും കേട്ടോ. രാവിലത്തെ മഴയൊക്കെ കഴിഞ്ഞ് നല്ലപോലെ വഴുതി കിടക്കുന്ന ഒരു കണ്ടീഷനിലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ആ വഴിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ കാണുന്നത് കൃഷിക്ക് വേണ്ടിയിട്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇത് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ എഴുതണേ. നല്ല വഴുക്കിലായതുകൊണ്ട് തന്നെ വീഴാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് കുറച്ച് പതുക്കെ യാത്ര ചെയ്യുക എന്നുള്ള തീരുമാനത്തിലാണ്. അഡ്വഞ്ചർ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര ഇഷ്ടപ്പെടും. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ചെരുപ്പൊക്കെ പൊട്ടിക്കിടക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണാം. ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഷൂസാ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിനിടയ്ക്ക് മഴയും കൂടി അടിക്കാനുണ്ട് കേട്ടോ. ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗത്തോട്ട് കാണിക്കുന്നുണ്ടോ വെള്ളച്ചാട്ടം. അത്യാവശ്യം വലിപ്പമുള്ള വെള്ളച്ചാട്ടമാണ്. അങ്ങനെ ശംഭുവിൻ്റെ സർപ്രൈസ് എത്തിയിരിക്കുകയാണ്. വലിയ സർപ്രൈസാണ്. നമ്മളിപ്പോൾ പോണ വഴിയിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. നമുക്ക് കുറച്ചുകൂടി താഴത്തോട്ട് ചെന്നിട്ടുള്ള വ്യൂസ് കാണാം. നമ്മളെ പുറകിൽ കാണാനാണ് ശംഭുവിൻ്റെ സർപ്രൈസ്. കിട്ടില്ല വെള്ളച്ചാട്ടമാണ്. രക്ഷയില്ലാത്ത വ്യൂ ആണ്. ആരും വന്നിത് കണ്ടിട്ട് ട്രൈ ചെയ്യാൻ നോക്കരുത്. നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്യില്ല. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഇറങ്ങി ഈ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ.
പുന്നയാർ വെള്ളച്ചാട്ടം ഏകദേശം 80 അടിയോളം ഉയരത്തിൽ നിന്നാണ് വീഴുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഫോഴ്സിലാണ് നമുക്ക് അവിടെ നിന്ന് വെള്ളം തെറിച്ച് വരുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ കരയിലിരുന്നാലും നമുക്ക് നനയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വരാൻ കഴിയുന്നവരെല്ലാം ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടോ. അപ്പോൾ ഇവരെയൊക്കെ വെള്ളച്ചാട്ടം കൊണ്ടേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ ഈ വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നമുക്കൊന്ന് ചോദിച്ചു നോക്കട്ടെ. വെള്ളച്ചാട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? വെള്ളച്ചാട്ടം കിടിലൻ, പൊളി, രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇത്രയും പ്രതീക്ഷിച്ചില്ല. കിടിലൻ വെള്ളച്ചാട്ടം, എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ മറക്കരുത്. എങ്ങനെ നിൻ്റെ ഇച്ചിരി ഡേഞ്ചറാണ്. അപ്പോൾ പിള്ളേരായിട്ടും വന്നവർ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങണമെന്ന് ഞാൻ പറയൂല, ആസ്വദിച്ചിട്ട് പോവാ, കണ്ട് ആസ്വദിച്ചിട്ട് പോവാ. പൊളി പറയാനില്ല. എന്താ നിൻ്റെ അഭിപ്രായം എന്താ? പറ. വെള്ളച്ചാട്ടം കൊള്ളാം, എത്താനാണ് പാട്. എത്തിക്കഴിഞ്ഞാൽ വൈബ് ഒരു രക്ഷയില്ല. അത്രേ ഉള്ളൂ. ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിലും ഇറങ്ങി പോവാ. അപ്പോൾ കേട്ടല്ലേ എല്ലാവരുടെ അഭിപ്രായം. അടിപൊളി വെള്ളച്ചാട്ടോ, പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യട്ടാ. യാത്രകളും കാഴ്ചകളും ഒന്നുകൂടെ അവസാനിക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.